അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. ഈ മരങ്ങൾക്കപ്പുറം ഒരു ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് ശരിക്കും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് സാധനം കേട്ടോ. ഹലോ നമസ്കാരം, റീഡർ മെനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്, ഫുഡ് വ്ളോഗാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ നാട്ടിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി പറയാം. കാരണം ഇത് ചെയ്യാൻ കാരണം അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. കൂടെ എൻ്റെ ബ്രദറും ഉണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. അങ്ങനെ നമ്മളെ റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണ് നല്ലൊരു ബെസ്റ്റ് ആംബിയൻസും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് ആംബിയൻസും പിന്നെ ബെസ്റ്റ് ഫുഡും ഉള്ള സ്ഥലം. ഇത് ഏകദേശം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ odayamchal എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോക്കിക്കോ, നമ്മളെ റാണിപുരത്തേക്ക് ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്നാണ് റാണിപുരത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് അത് കഴിക്കാനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസും അതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അകത്തേക്ക് കയറാം. ഓക്കെ, ശരിക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തെങ്ങിൻ്റെ ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചാൽ അവരവരെ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ്, ആ ഒരു ബോർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത്. അത് അതിമനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു നാടൻ രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു ട്രീ ഹൗസൊക്കെ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയുള്ള ആംബിയൻസ് പറയുന്നത് നല്ല വ്യത്യസ്തമായ തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പുല്ലിൽ ഇതാക്കി വെച്ചാൽ നമ്മൾ ഇരിക്കാനുള്ള ഇതൊക്കെ നോക്കി ഏതാ സെറ്റപ്പിൽ ചെയ്തു വെച്ച് നോക്കി. പിന്നെ ഏറുമാടം അതൊക്കെ അടിപൊളിയാണ്. ബ്രദർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചുറ്റും ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം സാനിറ്റൈസർ. ശരിക്കും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സാനിറ്റൈസറാണ്. ശരിക്ക് എന്താ പറയുക, ഈ കൊറോണ സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സാനിറ്റൈസറും ഹാൻഡ് സാനിറ്റൈസറും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനു മുമ്പ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കുറേ ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ച് കാണുന്നുണ്ട്. ഇതൊക്കെ നോക്ക്, ശരിക്കും നാടൻ രീതിയിലുള്ള ഒരു ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഫുൾ നാടൻ ടൈപ്പ്. നമ്മളെ ബാക്കൽ ഫോട്ടൊക്കെ ഇവിടെ കൃത്യമായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രമൊക്കെ അടിപൊളിയല്ലേ, എങ്ങനെയുണ്ട്? പൊളിയാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ കുറേ ഒരു മരമൊക്കെ ഉണ്ട് ഇവിടെ. ഇതേത് മരമാണെന്ന് അറിയില്ല കേട്ടോ. മരമൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടേബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഓല മേഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് ചൂടും കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം നമുക്ക് എഫക്റ്റ് ആവില്ല. അപ്പോൾ ഏതൊരു ക്ലൈമറ്റിൽ വന്നാലും ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മഴയ്ക്കും ഒരു പേടി വേണ്ട. ഇതിൻ്റെ പുറത്ത് മാത്രമല്ല അകത്തും ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തുള്ള സൗകര്യം ഇതാണ്. നല്ല ചിത്രപ്പണികളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടാന്ന് തോന്നുന്നു അവരെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. കിച്ചണിലേക്കാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നുള്ളത്. കിച്ചൺ
ഇവിടെ മീനൊക്കെ ഇവിടെ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. നെയ്മീൻ ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് ഏറുമാടത്തിലാട്ടോ. ഏറുമാടത്ത് നിന്ന് നമുക്കൊരു നല്ലൊരു വൈബായിട്ട് ഫുഡ് കഴിച്ച് പോവാം. ഓക്കെ, അടിപൊളി. നല്ല ടേബിളൊക്കെ ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. ഏട്ടനോട് വിളിക്കാം. ഓക്കെ, ശരിക്കും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നത്. റോഡും പിന്നെ പാർക്കിംഗ് ചെയ്യാനുള്ള നല്ല അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നോക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലുള്ള ഒരു ആംബിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, കഴിക്കാനിപ്പം നിലവിൽ കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്. എല്ലാം കേരള സ്റ്റൈലാണ്. പിന്നെ സാധാ മീൽസ് ഉണ്ട്, ഫിഷ് കറി മീൽസ് ഉണ്ട്, വെജ് മീൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുക്കുന്ന ഫിഷ് പൊള്ളിച്ചുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് മസാല ഉണ്ട്, നെയ്മീനുണ്ട്. നെയ്മീനാണ് ഫിഷ് മസാലയും ഇത് ചെയ്യുന്നത്, അതെ, ഫിഷ് പൊള്ളിച്ചും ചെയ്യുന്നത്. പിന്നെ കരിമീൻ പൊള്ളിച്ചതുണ്ട്. നിലവിൽ ലഞ്ചിൻ്റെ ടൈമിൽ അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പൊറോട്ട കാര്യങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ എത്ര മണിക്ക് തുറക്കുന്നത്? രാവിലെ ഇപ്പം നിലവിൽ 11 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ്. ലഞ്ചാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ലഞ്ചോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി എത്ര മണി? 10 o'clock ക്ലോസ് ചെയ്യും. രാത്രി 10 ക്ലോസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഷെഫ്. മൂപ്പര് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. എന്താ ഈവനിങ് സ്പെഷ്യൽസ് എന്തൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് പാസ്ത വിത്ത് ടൊമാറ്റോ സോസ്, ഓക്കെ, പിന്നെ നമ്മുടെ പാസ്ത വിത്ത് ക്രീം സോസ്, പിന്നെ നമ്മുടെ കേരള സ്റ്റൈല് കൊത്തു പൊറോട്ട. കൊത്തുപൊറോട്ടൊക്കെ ഉണ്ടല്ലേ? കൊത്തുപൊറോട്ട ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രില്ല് ചിക്കൻ അങ്ങനെയുള്ള സംഭവത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് വരുന്നുണ്ട്. ഏകദേശം 2 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാവും. ശരിക്കും ഇത് മിനിഞ്ഞാന്നാണ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് കുറേ മെനൂസ് ഉള്ള അതെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറേ ദിവസങ്ങൾക്കുള്ളിൽ അതും എത്തുന്നല്ലേ പറയണം. 2 ദിവസത്തിനുള്ളിൽ ബാക്കി കാര്യങ്ങളും. അതെ, ആണ് അവിടെ അവരെ മെനുവും കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്തത് നമ്മൾ ഫിഷ് പൊള്ളിച്ചത്. അതിനെച്ചാ ഫിഷ് നമ്മളെ കിങ് ഫിഷ് ഉണ്ട്, അത് പൊള്ളിച്ചാണ്. അപ്പോൾ അത് 20 minutes എടുക്കുന്ന പറഞ്ഞത്. കാരണം ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് 20 minutes എടുക്കുന്നു. നെയ്മീൻ പൊള്ളിച്ചത് അല്ലേ? അത് നമ്മൾ പറയുമ്പോൾ നെയ്മീൻ പൊള്ളിച്ചത്, പക്ഷേ അതിൻ്റെ ഒരു സ്റ്റൈലിൽ പറയുമ്പോൾ കിങ് ഫിഷ് പൊള്ളിച്ചത്. ഓക്കെ, അപ്പോൾ നെയ്മീൻ പൊള്ളിച്ചാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ബിരിയാണി. പിന്നെ ഇവരെ മെനു ഒക്കെ കണ്ടിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ലഞ്ചാണ് ഒരു ഫോക്കസ് ചെയ്ത് പറഞ്ഞെങ്കിലും ഈവനിങ്ങിൻ്റെ ഐറ്റംസും നല്ല അടിപൊളിയുണ്ട്. അതായത് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രിൽ ഐറ്റംസ് ഉണ്ട്, തന്തൂരി ചിക്കൻ, കടായി, ഇങ്ങനത്തെ റൊട്ടി ഐറ്റംസ് പറ്റിയ കറികളൊക്കെ ഉണ്ട്, നല്ലതുണ്ട്. പിന്നെ ഇതാ ഡെസേർട്ട് ജ്യൂസ്, ഗഡ് ബെഡ് ഫലൂദ, അങ്ങനത്തെ ഐറ്റംസും നല്ല ജ്യൂസും ഷേക്കിങ്ങളൊക്കെ കാണുന്നത് കളർഫുൾ ആയിട്ടുള്ളൊരു മെനു ആണ്. റേറ്റും നല്ല അഫോർഡബിൾ, നല്ല എല്ലാവർക്കും സ്വീകാര്യമായതും എല്ലാവർക്കും എന്താ പറയുക നമ്മുടെ പോക്കറ്റിനനുസരിച്ചുള്ള ഒരു ഇത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മട്ടൺ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഇതൊരു എന്താ പറയാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അതായത് ഇപ്പോൾ ജാതിമരവും തേക്കും പിന്നെ ഈ ഓല കഴിഞ്ഞ് കിടക്കുന്നത് ഇതും നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ്. പിന്നെ രാത്രി നല്ലൊരു കളർഫുൾ ആണ്. അത് രാത്രി ഇതൊരു കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പിക്ചർ ആഡ് ചെയ്യാം അതിൽ. അതെ, രാത്രി നമ്മൾ പക്ഷെ ഭയങ്കര നല്ല ഇപ്പൊ തന്നെ നല്ലൊരു ഇതാണ്. നല്ല തിരക്കുണ്ട്. ഇതിനെ കുറിച്ച് അറിഞ്ഞ നാട്ടിൽ ദൂരത്ത് വരുന്നുണ്ട്. ശരിക്കും ഇത് തുടങ്ങിയിട്ട് 2 ദിവസം ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിന് ഫുഡ് വരുമ്പോൾ ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫുഡ് ഇങ്ങനെ വരികയാണ്. നമ്മളെ ചേട്ടൻ കൊണ്ടുവന്നു. അടിപൊളി ചിക്കൻ ബിരിയാണി. ഓക്കെ, നല്ല കളർഫുള്ളായിട്ട് നല്ല ഉള്ളിയിട്ട് കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് സാധനമാണ് നമ്മുടെ സാധനം. ഫിഷ് പൊള്ളിച്ചത് അതുകൂടിയും വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അല്ലേ, അതല്ലേ നല്ലത്. വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് തീർക്കാം. അതാണ്. അപ്പോൾ അടുത്ത സാധനങ്ങൾ നമ്മൾ വന്നു. ഇതാണ് നമ്മളെ ഫിഷ് പൊള്ളിച്ചത്. ഇങ്ങനെ പൊള്ളിക്കിടക്കാണ്. 2 പ്ലേറ്റും ഇങ്ങനെ
എത്തി. നല്ല അടിപൊളി ഡെക്കറേഷൻ കേട്ടോ, സെറ്റപ്പ് സാധനം. ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റാണിത്. ക്യാരറ്റിലിങ്ങനെ നമ്മളെ ഫിഷ് പൊള്ളിച്ചത്, നെയ്മീൻ പൊള്ളിച്ചത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അൺബോക്സിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കത് നടക്കാം. അൺബോക്സ് ചെയ്യാൻ അൺബോക്സിംഗ് ഓഫ് ഫിഷ് പൊള്ളിച്ചത്, അതായത് നെയ്മീൻ പൊള്ളിച്ചത്, അത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നല്ല ചൂട് സാധനം കേട്ടോ, അടിപൊളി. എങ്ങനെയാണ് പാക്കിങ് തുറക്കുന്നതല്ല, അറിയുന്ന പോലെ തുറക്കുന്നുണ്ട്. അത്ര പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നില്ല, പ്രൊഫഷണൽ ടച്ച് കൊടുക്കണം. നല്ല ഇലയിലിട്ട് നല്ല അടിപൊളി ചൂട് സാധനമാണ്. മോനെ എന്താടാ ഇത് സാധനം, അടിപൊളി. ഇനി ബാക്കിയൊക്കെ കഴിക്കുന്ന ഇടയ്ക്ക് ഞങ്ങൾ പറയുന്നതാണ്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, അതാണ്. അപ്പോൾ കഴിക്കാൻ തുടങ്ങിക്കോ. അപ്പോൾ എനിക്ക് പ്ലേറ്റ് ഇല്ല അല്ലേ? അല്ല, നമുക്ക് ആദ്യം നിഖിലേട്ടൻ തന്നെ ഇത് അറിയാം. നമുക്ക് ടേസ്റ്റ് അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബിരിയാണി അങ്ങനെ എടുത്ത് നല്ല വലിയ പീസാണ് കേട്ടോ അല്ലേ? പീസാണോ ചെറുതാണോ? ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇതാണെങ്കിലും നല്ലൊരു ഇതൊക്കെ ഉണ്ട്. അതെ, നമുക്കിനി കഴിക്കാം. ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാം. ഓക്കെ എടാ, കഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടോയെന്ന് പറഞ്ഞേ, അതൊന്ന് പറഞ്ഞേ, ആ ഒരു ഇത് വൈബ്. എന്ത് ഞാൻ കഴിച്ചിട്ട് ബെസ്റ്റ് എന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഒരു നല്ലൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കഴിച്ചതിൽ ഒരു നല്ല ഒരു ബിരിയാണിയാണ്. നല്ല ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. നല്ല മസാല നല്ലുണ്ട്. റൈസിൻ്റെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ്, നല്ല നെയ്യരംശം ഉണ്ടാക്കി നല്ലുണ്ട്. നല്ല സലാഡാണ്. സലാഡ് നമ്മൾ കാണും. അത് നമ്മൾ സാറിന് നല്ലൊരു ബിരിയാണി എപ്പോഴും കഴിക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി എത്ര ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ കല്യാണത്തിന് പോയാൽ സാറിന് നല്ലൊരു ബിരിയാണി കഴിക്കാറ്. പക്ഷേ ഇതൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ എന്താണ് ഞാൻ എത്ര എക്സ്പെക്റ്റ് ചെയ്തോ എക്സ്പെക്റ്റിന് കൂടുതലായിട്ട് നല്ലൊരു പെർഫോമൻസ് ഇവിടെ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പേഴ്സണൽ റിവ്യൂ അല്ലേ? അതെ, എൻ്റെ പേഴ്സണൽ റിവ്യൂ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. ബാക്കിയൊക്കെ നിങ്ങളിവിടെ വന്നു, നിങ്ങൾ കണ്ട്, നിങ്ങൾ കഴിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന്. അപ്പോൾ ഇനി ഞാനൊന്ന് കൂടി കഴിച്ചു നോക്കട്ടെ. ഓക്കെ, ഞാനിങ്ങനെ നൈസായിട്ട് നമ്മളെ ഈ ബിരിയാണി ഇതിലേക്ക് ഇടുകയാണ്. എൻ്റെയും കൂടി പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ പറയാം. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അങ്ങനെ ചിക്കൻ ഇങ്ങനെ എടുത്ത് നൈസായിട്ട് നിങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബിരിയാണി അതാണ്. പിന്നെ നമ്മളെ ഫിഷ് പൊള്ളിച്ച് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്നിങ്ങനെ മസാലയുടെ എടുത്ത് നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. അടിപൊളി സാധനമാണ്. അപ്പോൾ ആർക്കും ഇത് മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും വന്ന് ഇവിടുന്ന് കഴിച്ച് ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ഇടുന്ന പറഞ്ഞു. ഞാൻ കഴിച്ചില്ല, ഇത് എടുക്കാൻ പറ്റുന്നില്ല ചൂടായിട്ട്. ആകെ സീനാണ്, ഭയങ്കര ചൂടാണ്. എന്താ ഞാൻ കഴിക്കണ്ട പൊളി സാധനം, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ബാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അഭിപ്രായം പറയാം. ഫുൾ ഫിനിഷ് ചെയ്യട്ടോ. ഇവിടെ ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബില്ല് എത്രയല്ലേട്ടാ? 390. അത്രേ ഉള്ളല്ലേ? വലിയൊരു എമൗണ്ട് ഇല്ല, കുഴപ്പമില്ല, വലിയൊരു എമൗണ്ട് ഇല്ല. നല്ല ഫുഡും ചെറിയ അതെ, കുഴപ്പമില്ല, ചെറിയ പൈസ ഉള്ളൂ. പിന്നെ നമ്മൾ ജ്യൂസും പിന്നെ നമ്മൾ ഐസ്ക്രീംസ് ഒക്കെ ഓർഡർ ചെയ്യാണ്ടിട്ടുണ്ടായത്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം നമുക്കൊരു 2 ഐസ്ക്രീം ഒരു ഫ്രീ ആയിട്ട് തന്നെന്ന് തോന്നല്ലേ? 2 ഐസ്ക്രീം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി.
അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചു. ആണല്ലോ, ഭൂമി മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. ഈ മരങ്ങൾക്കപ്പുറം ഒരു പ്രകൃതിയുണ്ട്. കളങ്കപ്പെടാതിരിക്കാൻ നമുക്ക് കൈകോർക്കാം. ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റും അടിപൊളിയായിട്ട് ആ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ ബ്രദർ ഇവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. നമുക്കെന്നാൽ വൈൻഡപ്പിലേക്ക് കിടക്കാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഉള്ളത് ഒടയഞ്ചാൽ പടിമരുത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഇവിടുന്ന് ഏകദേശം നമ്മൾ റാണിപുരം പോകുന്ന, ഞാൻ നേരത്തെ സൈൻ ബോർഡ് ഫസ്റ്റ് തന്നെ കാണിച്ചതുണ്ട്. സൈൻ ബോർഡ് റാണിപുരം പോകുന്ന ആ റൂട്ടിലാണ്, ഹൈവേയുടെ സൈഡിലാണ് നമ്മളെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മളിപ്പോൾ പാർസലും കൂടി വാങ്ങിയിട്ടുണ്ട്, ബിരിയാണി പാർസലും കൂടി എടുത്തു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മളെ ഈ ഫുഡ് കഴിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക. അടിപൊളി ആംബിയൻസ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഫുഡും കഴിക്കാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് റെസ്റ്റോറൻറ്റ് ഇവിടെ പറയാം. ടാറ്റാ ബൈ ബൈ, സീ യു നെക്സ്റ്റ്. എന്താ പറയുക, കാണാം അല്ലേ? നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇങ്ങനത്തെ ഒരു വെറൈറ്റി വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും. ഇവൻ വരുന്നതായിരിക്കും. ബൈ ബൈ.